VS-ന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ വീടും നാട്ടുകാരും. തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്രയായി എത്തിക്കുന്ന മൃതദേഹം ബുധനാഴ്ച രാവിലെ 9 മുതൽ 11 വരെ തിരുവമ്പാടിയിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് ബീച്ചിലുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4-ന് വലിയ ചുടുകാട്ടിലാകും സംസ്കാരം. CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. വിവരങ്ങളുമായി VS-ന്റെ ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് സുധീഷ് ഗോപാലൊപ്പം ചേരുന്നു. സുധീഷ്, എന്താണ് അവിടെ നിന്ന് തരാനാകുന്ന വിവരങ്ങൾ? കൃഷ്ണരാജ്, നാളെ രാത്രിയോടെ ഇവിടെ മൃതദേഹം എത്തിക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാം EK നായനാരുടെയൊക്കെ ഒരു വിലാപയാത്ര വന്ന് എത്രത്തോളം വൈകിയാണ് വന്നതെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ അതിലും വലിയ ഒരു ആൾത്തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇവിടെ VS-നെ എത്തിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. എന്തു തന്നെയായാലും ഇവിടെ എത്തിയാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സന്ദർശിക്കുന്നവരെയൊക്കെ തന്നെ കാണുമായിരുന്ന ഈ ഇവിടുത്തെ നേരെ വീടിന് തൊട്ട് മുന്നിലുള്ള VS ഇരിക്കാറുണ്ടായിരുന്ന ഈ സ്ഥലത്ത് ആണ് മൃതദേഹം കൊണ്ട് കിടത്തുക. അവിടെ നിന്നും VS-ന്റെ മൃതദേഹം മറ്റന്നാൾ 9 മണിയോടുകൂടി CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ കൃഷ്ണപിള്ള സ്മാരകത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ 11 മണി വരെ പൊതുദർശനം ഉണ്ടാകും. അവിടെ നിന്നും പിന്നീട് റിക്രിയേഷൻ ഗ്രൗണ്ട്, അത് ആലപ്പുഴ ബീച്ചിന് സമീപമാണ്. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ വലിയ തിരക്ക്, നഗരത്തിലെ തിരക്ക് ഒഴിവാക്കിക്കൊണ്ട് ആൾക്കാർക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അവിടെ ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. അവിടെ 3 മണി വരെ പൊതുദർശനം ഉണ്ടാവും. അതിനുശേഷമാവും വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുവരിക. രക്തസാക്ഷികളെ എല്ലാം തന്നെ അവിടെ അടക്കം ചെയ്യുന്ന പുന്നപ്ര വയലാർ സമര രക്തസാക്ഷികൾക്കുള്ള അതിനോടൊപ്പം തന്നെയാണ് VS-നെയും അവിടെ സംസ്കരിക്കുക. അതിൻ്റെ 4 മണിക്കാണ് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നാളെ വലിയ ചുടുകാട്ടിൽ മറ്റ് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കും. വലിയ ഗതാഗത തിരക്ക് അടക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കണ്ണൂർ ഉൾപ്പെടെയുള്ള ഈ കേരളത്തിൻ്റെ വടക്കൻ മേഖലകളിൽ നിന്നെല്ലാം VS-നെ കാണാനായി, VS-ന് അന്തിമോപചാരം അർപ്പിക്കാനായി സഹാക്കൾ എത്തുന്നത് ആലപ്പുഴയിലേക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും തിരക്ക് ആലപ്പുഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കാണുന്ന അതിലും വലിയ ഒരു തിരക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തുന്നതും. മറ്റന്നാൾ ആലപ്പുഴ ജില്ലയ്ക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പൊതു അവധിക്കൊപ്പം തന്നെ മറ്റന്നാൾ കൂടി ആലപ്പുഴയ്ക്ക് അവധിയായിരിക്കും. എല്ലാവർക്കും അവിടെ എത്തിച്ചേരുന്നതിനുള്ള സൗകര്യം ഒക്കെ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു ജനകീയ ഹർത്താലിനുള്ള ആഹ്വാനവും പാർട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട്. കടകമ്പോളങ്ങൾ അടച്ചുകൊണ്ടുള്ള ഒരു ഹർത്താലിനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ ഉള്ള ക്രമീകരണങ്ങളാണ് ആലപ്പുഴയിൽ ഒരുക്കുന്നത്. എന്തുതന്നെയായാലും നമ്മൾക്കറിയാം VS-ന്റെ ഏറ്റവും കൂടുതൽ സമര പോരാട്ടങ്ങളൊക്കെ നടന്നിട്ടുള്ള കുട്ടനാട് അടക്കമുള്ള ആലപ്പുഴ ജില്ലയിലാണ്. അദ്ദേഹത്തിൻ്റെ ആ പോരാട്ടങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം എത്തുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് വലിയ രീതിയിലുള്ള ഒരു വിടവ് തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും എല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ആ വൈകാരികമായ നിമിഷങ്ങൾ തന്നെയാകും ആലപ്പുഴയിൽ വരും ദിവസം കാണാനാകുന്നത്. അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളുടെ ാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളതും. കൃഷ്ണരാജ്.